നമുക്ക് 4 മണിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ക്യാരറ്റ് കൊണ്ട് അടിപൊളി ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാവേ. അതിന് ചെറിയ 2 ക്യാരറ്റ് മാത്രം മതി. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പാനിലേക്ക് ഇട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ആ ജലാംശമെല്ലാം ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് നല്ല സോഫ്റ്റായിട്ട് വരണം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മുട്ട ആവശ്യമുണ്ട്. നമുക്കൊരു 3 മുട്ടയാണ് നമുക്കിവിടെ വേണ്ടത്. 3 മുട്ട എടുത്തതിന് ശേഷം നമ്മൾ കേക്കിനാക്കുന്ന പോലെ തന്നെ നമുക്കിതെല്ലാം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതിട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതൊന്ന് കട്ടിയാകുമ്പോഴത്തേക്കിന് നമുക്ക് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് 4 ടേബിൾ സ്പൂൺ മൈദായും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഈ മുട്ടയുടെ പതയുണ്ടല്ലോ, പതഞ്ഞ് പൊങ്ങിയിരിക്കുന്നത് താന്നു പോകാത്ത രീതിയിൽ നമുക്കൊന്ന് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ആക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാമേ. ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു മോൾഡിലേക്ക് മാറ്റാം. നമുക്ക് ബേക്ക് ചെയ്തെടുക്കുമോ ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് സാധാരണ ചെയ്യാറുള്ള പോലെ എന്താണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവേ. ഇതൊരു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു 4 മണി പലഹാരം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്തു പോണേ.